ഈ പാർട്ടി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഇടയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. ഇപ്പം ഒരു ജീവനുള്ള ഒരു വ്യക്തി, ആ വ്യക്തി വളരുന്നതിനിടയ്ക്ക് ചില കോശങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊരു പ്രസ്ഥാനത്തിനും ബാധകമാണ്. അങ്ങനെ ചിലത് സംഭവിക്കും. പക്ഷേ പ്രസ്ഥാനത്തിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം. അതായിരിക്കും പ്രസ്ഥാനം ശ്രമിക്കുക. പക്ഷേ എല്ലാം പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന പോലെ നടന്നുകൊള്ളണമെന്നില്ല. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടില്ല, ഫേസ്ബുക്ക് ലൈവ് മാത്രമായിട്ടാണ് ചെറിയൊരു പരിഭവം. അല്ല, ഞാൻ അദ്ദേഹത്തെ ഈ അടുത്ത നാളുകളിൽ പോയി കണ്ടിരുന്നു. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു സഖാവ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഒരു തെന്നി വീണിട്ട് കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ക്ഷതത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനായി ചെല്ലുമ്പം വളരെ ക്ലേശിച്ചിട്ട് നടക്കാൻ കഴിയും. ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്, എന്നാൽ പൂർണ്ണ തോതിൽ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ അടുത്ത് ഉള്ള പറവൂര് വീട്ടിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ പെരുമ്പളം പാലത്തിന് ഉദ്ഘാടനം അങ്ങ് അരൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. അത്രയും ദൂരം അദ്ദേഹത്തിന് യാത്ര ചെയ്ത് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് സഖാവ് ജി സുധാകരൻ. മറ്റ് ഒരു സംശയമില്ല, ഇപ്പോഴത്തെ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി കൈകാര്യം ചെയ്തതാണ്. പാർട്ടി അംഗത്വം പുതുക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി, ഈ സ്ഥലങ്ങളിലെല്ലാം പാർട്ടി അംഗത്വവുമായി ബന്ധപ്പെട്ട പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ മാസം വരെ കേന്ദ്ര കമ്മിറ്റി സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ മതിയല്ലോ. പലതവണ അതെല്ലാം പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വളരെ സന്തോഷം. രക്തസാക്ഷി കുടുംബം കൂടിയാണല്ലോ, ആ തരത്തിലും കൂടി കാണുന്നുണ്ട്. സഹോദരൻ രക്തസാക്ഷിയായിട്ടുള്ള അതെ, ഒരു വിമുഖത വരാനുള്ള ഒരു കാരണം. ഭുവനേശ്വരൻ എൻ്റെ അനുജനാണ്, സഖാവ് ജി സുധാകരൻ്റെ അനുജൻ മാത്രമല്ല. അപ്പം വലിയ പാരമ്പര്യമാണ് സഖാവ് ജി സുധാകരൻ്റെ കുടുംബത്തിനുള്ളത്, സഖാവ് ജി സുധാകരനുള്ളത്. അപ്പം അതൊന്നും പാർട്ടിയുമായി വ്യത്യാസപ്പെടുത്തി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഉത്സാഹിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം.